നമ്മൾ അന്നമയ ശരീരം, പ്രാണമയ ശരീരം, മനോമയ ശരീരം എന്ന് പറഞ്ഞു. മനോമയ ശരീരത്തിന് ആത്മാവായിരിക്കുന്നത് എന്താണ്? ഇങ്ങനെയാണ്. ആദ്യം ഒരു ശരീരം, അന്നമയ ശരീരം ഉണ്ട് പറഞ്ഞു. അന്നമയം ശരീരമാണെങ്കിൽ അതിൻ്റെ ആത്മാവ് എന്താണ്? പ്രാണമയമാകുന്നു എന്ന് പറഞ്ഞു. പ്രാണമയം ആത്മാവാണ്. പ്രാണമയം ശരീരമാണെങ്കിൽ അതിന് ആത്മാവ് എന്താണ്? മനോമയമാകുന്നു. അപ്പം മനോമയ ശരീരം പറഞ്ഞു. മനോമയ ശരീരത്തിന് ആത്മാവ് എന്താണ്? അതാണ് ഇനി പറയാൻ പോകുന്നത്. മനോമയ ശരീരത്തിനേക്കാളും സൂക്ഷ്മമായിട്ട് വിജ്ഞാനമയ ശരീരം ഉണ്ട് എന്ന് പറയും. വിജ്ഞാനമയ ശരീരം, ഈ വിജ്ഞാനമയ കോശത്തിനെ കുറിച്ച് നമുക്ക് കാര്യമായിട്ട് മനസ്സിലാക്കാനുണ്ട്. വിജ്ഞാനമയ കോശം ഇനി എന്തൊക്കെയാണ് എന്ന് നോക്കാം. ശ്രദ്ധയാണ് ഈ വിജ്ഞാനമയ ശരീരത്തിൻ്റെ അംഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. ശ്രദ്ധ, സത്യം, ഋതം, മഹത്, ആത്മ. 5 വാക്കുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇത് ചേരുമ്പോഴാണ് ഈ വിജ്ഞാനമയ ശരീരം എന്ന് പറയുന്നത്. വിജ്ഞാനമയ ശരീരം മനോമയത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു. വിജ്ഞാനമയനെ കൊണ്ട് മനോമയം നിറഞ്ഞിരിക്കുന്നു, പൂർണ്ണമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ശാസ്ത്രവാക്യങ്ങളിലും ഗുരുവാക്യങ്ങളിലുമുള്ള അടിയുറച്ച വിശ്വാസം. അതാണ് ശരി എന്ന ഉറച്ച വിശ്വാസമാണ് ശ്രദ്ധ. സത്യം എന്താണ് എന്നറിയണമെങ്കിൽ ശ്രദ്ധ വേണം എന്നാണ്. സത്യം എന്താണ്? എപ്പോഴും ഉള്ളത് എന്താണോ അതാണ് സത്യം. അപ്പോൾ നമ്മൾ സത്യാന്വേഷണത്തിലാണ്. എപ്പോഴും ഉള്ളത് എന്താണോ അതിനെ അന്വേഷിച്ചുകൊണ്ടാണ് പോകുന്നത്. ആ അന്വേഷണം അല്ലെങ്കിൽ ആ തത്വം ഈ വിജ്ഞാനമയൻ്റെ ഒരു ഭാഗമാകുന്നു എന്ന് പറയുന്നു. ഋതം എന്ന് പറഞ്ഞാൽ എന്താണോ ബോധിച്ചിരിക്കുന്നത്, ദൃഢമായി ബോധിച്ചിരിക്കുന്നത്, അതാണ് ഋതം. ഋതമായതിന് പിന്നെ മാറ്റമില്ല. ഇത് തന്നെയാണ് ശരി, ഉറച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഋതം ച സ്വാധ്യായ പ്രവചനേച്ച ആ മന്ത്രം പഠിച്ചപ്പം ശിക്ഷാവലിയിൽ ആ മന്ത്രങ്ങൾ ഇത് പഠിച്ചാണ്. പിന്നെ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഋതവും സത്യവും ശ്രദ്ധയും ഇതാണ് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായിട്ട് വേണ്ടത്. യോഗ ആത്മാ, ഇത് ചേർന്നിരിക്കുക. യോഗം എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കുക എന്നാണ് അർത്ഥം. ആത്മാവിനോട് ചേരുന്നതിനാണ് ശരിയായ യോഗം എന്ന് പറയും. ഇപ്പം നമ്മുടെ ആത്മാന്വേഷണത്തിലാണ്. അപ്പം നമ്മൾ ഈ വിജ്ഞാനമയത്തിൽ ഇതെല്ലാം കൂടി ചേർന്നിരിക്കുന്നു എന്ന് പറയുന്നു യോഗ. പക്ഷെ ഇതിന് പ്രതിഷ്ഠയുണ്ട്. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഉറച്ചിരിക്കുന്നത്, ഇതിനെ എന്താണോ നിലനിർത്തുന്നത്. മഹപുച്ഛം പ്രതിഷ്ഠ എന്ന് പറഞ്ഞു. മഹസ്സാകുന്നു മഹത്തത്വം. മഹത്തത്വത്തിന് നമ്മൾ സമഷ്ടി അഹങ്കാരം എന്നൊക്കെയാണ് പറയാം. ഇതാണ് സൃഷ്ടിക്രമത്തിൽ, നമ്മളുടെ ഹൈന്ദവ ദർശനങ്ങളുടെ സൃഷ്ടിക്രമത്തിൽ മായയിൽ നിന്നുണ്ടാവുന്ന തത്വങ്ങളിലാണ് മഹത്തത്വം. അപ്പം മഹത്തത്വത്തിൽ യോഗം, സത്യം, ഋതം ഇതൊക്കെയാണ് വിജ്ഞാനമയൻ്റെ ലക്ഷണങ്ങൾ. വിജ്ഞാനമയൻ്റെ കുറേ സ്വഭാവങ്ങളുണ്ട്. അതും കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം. വിജ്ഞാനമയ ശരീരത്തിനെ കുറിച്ച് വളരെ നന്നായിട്ട് മനസ്സിലാക്കാനുണ്ട്. നമ്മളുടെ ജീവിതത്തിന് ആകെക്കൂടി മാറ്റിമറിക്കുന്ന കുറേ കാര്യങ്ങൾ അത് പറയുന്നുണ്ട്. വിജ്ഞാനമയം, ജ്ഞാനം, വിജ്ഞാനം എന്ന് പറയാം. അജ്ഞാനം, അജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ തന്നെയാണ്. ജ്ഞാനം അറിവാണ്. അറിവിനെ അനുഭവത്തിൽ വരുത്തുന്നതാണ് വിജ്ഞാനം. തത്വത്തിനെ അനുഭവത്തിലാക്കുമ്പോൾ വിജ്ഞാനം. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഭഗവത്ഗീത 7-ാം അധ്യായം ജ്ഞാനവിജ്ഞാന യോഗത്തിൽ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ജ്ഞാനത്തിനെ വിജ്ഞാനമാക്കണം, അങ്ങനെയാണ് പോവുക. പിന്നെ ജ്ഞാനവും വിജ്ഞാനവും നമ്മൾ മാറ്റണം. അതിന് രണ്ടിനും അടിസ്ഥാനം സാക്ഷി എന്താണ് എന്ന് അന്വേഷിച്ച് പോകും. ഇങ്ങനെയാണ് ഈ സാധനാക്രമം വരുന്നത്. ഇവിടെ വിജ്ഞാനത്തിനെ കുറിച്ച് മുന്നോട്ടുള്ള കാര്യങ്ങളും കൂടി എന്താണോ നോക്കിയിട്ട് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. വിജ്ഞാനം യജ്ഞം തനുദേ കർമാണി തനുദേപി ച വിജ്ഞാനം ദേവ സർവേ ബ്രഹ്മജ്യേഷ്ഠമുപാസതേ വിജ്ഞാനം ബ്രഹ്മ ചേദ്വേദ തസ്മാചേന്ന പ്രമാദ്യതി ശരീരേ പാപ്മനോഹിത്വാ സർവാൻ കാമാൻ സമശ്നുത ഇതി തസ്യേഷ ഏവ ശരീര ആത്മാ
യപൂർവസ്യ തസ്മാദ്വായേതസ്മാദ്വിജ്ഞാനമയാത് അന്യോന്തര ആത്മാനന്ദമയഃ. വിജ്ഞാനമയത്തിനപ്പുറം ആനന്ദമയം ഉണ്ട് എന്നും കൂടി പറയുന്നുണ്ട്. അപ്പം നമുക്ക് വിജ്ഞാനമയം അതിനൊരാത്മാവും കൂടിയുണ്ട്. ഈ വിജ്ഞാനമയത്തിലാണ് വിജ്ഞാനം യജ്ഞം തനുതേ എന്ന് പറഞ്ഞു. വിജ്ഞാനമാണ് യജ്ഞത്തിനെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് എന്ത് പറഞ്ഞു? കർമാണി തനുദേപിച്ച, കർമ്മത്തെയും ഉണ്ടാക്കുന്നത് യജ്ഞമാണ്. അപ്പോൾ ഈ യജ്ഞവും കർമ്മവും എവിടെ നിന്ന് ഉത്ഭവിക്കുന്നുവോ അതാണ് വിജ്ഞാനമയ കോശം. ഇനി അങ്ങോട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ. നമ്മൾ വിജ്ഞാനമയ കോശത്തിലാണോ എന്ന് അറിയണമെങ്കിൽ യജ്ഞവും കർമ്മങ്ങളും സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കണം. യജ്ഞവും കർമ്മവും തമ്മിൽ വ്യത്യാസമുണ്ടോ? അതാണ് ഇനി അടുത്ത ചോദ്യം വരിക. യജ്ഞം എന്ന് പറഞ്ഞാൽ ഒരു തരം കർമ്മം തന്നെയല്ലേ? ബാഹ്യമായിട്ട് നോക്കുമ്പോൾ യജ്ഞം എന്ന് പറയുമ്പോൾ ദേവതാപ്രീതിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളും, കർമ്മം എന്ന് പറയുമ്പോൾ നിത്യജീവിതത്തിലെ കർമ്മങ്ങളും, ആ വിധത്തിലാണ് പറയുക. പക്ഷെ ഇതിനെ നമ്മൾ കുറച്ചും കൂടി ആധ്യാത്മികമായൊരു ദൃഷ്ടിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ കർമ്മങ്ങളെ യജ്ഞമാക്കി മാറ്റണം. ഇതാണ് ഭഗവത്ഗീത പറയുന്നത്. അപ്പോൾ കർമ്മങ്ങൾ ഒന്ന് തന്നെയാണെങ്കിലും അതിന് യജ്ഞമാക്കാനുള്ളൊരു സാധ്യതയും കൂടിയുണ്ട്. അവിടെ യജ്ഞവും കർമ്മവും വേറെ വേറെ ആവുന്നുണ്ടെന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് പറഞ്ഞിരിക്കുന്നത് കർമ്മങ്ങളിൽ കർത്തൃത്വം ഇല്ലാതെ വരുമ്പോൾ അത് യജ്ഞമായി, കർത്തൃത്വം ചേർന്നാൽ കർമ്മമായി. കർത്തൃത്വം ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു. കർമ്മങ്ങളിൽ അഹങ്കാരം ചേരുക എന്ന് പറയും. കർമ്മങ്ങളിൽ അഹങ്കാരം ചേർന്നാൽ കർമ്മവും, അഹങ്കാരമില്ലാത്ത കർമ്മങ്ങൾ യജ്ഞവുമാകുന്നു. യജ്ഞം നമ്മളെ മുന്നോട്ട് ആധ്യാത്മികമായ പുരോഗതിയിലേക്ക് നയിക്കും. യജ്ഞകർമ്മങ്ങളാണ് ആധ്യാത്മികമായ പുരോഗതികൾ കൊണ്ടുവരുന്നത്. അഹങ്കാരം ചേർന്ന കർമ്മം, കർത്തൃത്വമുള്ള കർമ്മമാണെങ്കിൽ കർമ്മവാസനകൾക്ക് കാരണമായി സംസാര ജീവിതമായി, സംസാര ബന്ധനമായി എന്ന് പറയാം. ഇത് രണ്ടും വരുന്നത് വിജ്ഞാനമയ ദേഹത്തിലാണ്. അപ്പം കർത്തൃത്വം എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. കർത്തൃത്വം എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്. അപ്പോൾ ഞാൻ എന്ന അഹങ്കാരമാണ് വിജ്ഞാനമയം. ഏതൊരു വസ്തുവിൻ്റെയും അനുഭവം ഉണ്ടാവണമെങ്കിൽ ഞാൻ ചേരണം. ഞാൻ എന്ന അഹങ്കാരം ഇല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ അനുഭവം നമ്മൾക്കുണ്ടാവില്ല. ഇപ്പോൾ ഒരു പുസ്തകം, ഈ ഒരു കണ്ണട ഞാൻ കാണണമെങ്കിൽ കണ്ണട എന്നൊരു വസ്തു, അതിനെ കണ്ണ് കാണുന്നുണ്ട്, ആ കണ്ണിനെ മനസ്സ് കാണുന്നുണ്ട്, മനസ്സ് നമ്മളെ ബുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ എല്ലാം നടക്കുന്ന ഈ പ്രക്രിയയെ ഞാനുമായിട്ട് ചേരുമ്പോൾ ഞാൻ കണ്ണട കണ്ടു എന്ന് പറയാം. അത് നമ്മുടെ സാധാരണ ഭാഷ. കണ്ണട എന്ന ഒരു വസ്തുവിൻ്റെ അനുഭവം എനിക്ക് ഉണ്ടാവണമെങ്കിൽ ഞാൻ എന്നത് കണ്ണടയുമായിട്ട് ചേരണം. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത ആഗമാ പായിനോ അനിത്യ താം ദിദീക്ഷസ്വ ഭാരത, ഇങ്ങനെ ഭഗവാൻ പറഞ്ഞു. മാത്ര വിഷയങ്ങളുമായിട്ട് സ്പർശനം ചേരണം, അപ്പോഴേ അനുഭവം ഉണ്ടാകുന്നുള്ളൂ. എന്താ ചേരുന്നത്? ഞാൻ വിഷയങ്ങളുമായിട്ട് ചേരുമ്പോൾ ആ വിഷയത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നു, വിഷയാനുഭവം ഉണ്ടാകുന്നു. അപ്പോൾ ശരിക്ക് നമ്മളൊന്നും കൂടി ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടെങ്കിലേ വിഷയം ഉള്ളൂ, ഇല്ലെങ്കിൽ വിഷയം ഇല്ല. ഞാൻ ഇല്ലാത്ത അവസ്ഥയിൽ നമുക്കൊരു വിഷയാനുഭവം ഇല്ല. എന്നാൽ ഉറക്കത്തിൽ നമുക്കൊരു വിഷയാനുഭവം ഇല്ല. ഞാൻ ഉണർന്നിരിക്കുമ്പോഴേ വിഷയാനുഭവങ്ങളുള്ളൂ. അപ്പോൾ ഞാനാണ് വിഷയങ്ങൾക്ക് അടിസ്ഥാനം, ഇല്ലെങ്കിൽ ആ അനുഭവങ്ങൾ ആയി മാറുന്നത്. വിഷയങ്ങളല്ലാതെ ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. ഞാനുണ്ടെങ്കിലേ വിഷയങ്ങളുള്ളൂ. ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ച് ചിന്തിച്ചാൽ ഞാൻ തന്നെയല്ലേ വിഷയം? വിഷയങ്ങളെ ഞാൻ അനുഭവിക്കുന്നു, ഞാൻ കർമ്മങ്ങളെ ചെയ്യുന്നു. കർത്തൃത്വം, ഭോക്തൃത്വം. ഞാൻ അനുഭവിക്കുന്നു, ഞാൻ ചെയ്യുന്നു. ഇത് രണ്ടും വരുന്ന പോയിന്റ് നമ്മൾ അഹം എന്ന് പറയും, അഹങ്കാരം. അപ്പോൾ ഈ അഹങ്കാരം ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് വിജ്ഞാനമയം. വിജ്ഞാനമയത്തു നിന്നാണ് അഹങ്കാരം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അഹങ്കാരം തന്നെയാണ് വിജ്ഞാനം.
വിജ്ഞാനം നമുക്ക് കർത്തൃത്വ ഭോക്തൃത്വങ്ങൾ ഉണ്ടാക്കും. ഞാൻ എന്ന ഒരു അഹങ്കാരം ഉള്ളതുകൊണ്ട് ഈ ലോകം എൻ്റെ ലോകം, എൻ്റെ അനുഭവം എന്ന് പറയാം. അപ്പോൾ ഞാൻ എൻ്റേത്, അഹങ്കാരം മമത. ഭഗവാൻ എന്താ പറയുന്നത്? നിർമ്മമോ നിരഹങ്കാര. മമതയും വേണ്ട, അഹങ്കാരവും വേണ്ട, മോക്ഷയും. അപ്പം ഞാൻ എൻ്റേത്, ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു. ഈ 4 കാര്യങ്ങളും വരുന്നത് വിജ്ഞാനമയത്തിനാണ്. ഈ വിജ്ഞാനം മനസ്സിലും അന്നമയ കോശത്തിലൊക്കെ വ്യാപിച്ചിരിക്കുന്നുണ്ട്. ഒന്നിൻ്റെ ഉള്ളിൽ ഒന്നാന്ന് പറഞ്ഞാൽ ഒന്ന് സെപ്പറേറ്റ് ആണെന്നല്ല മനസ്സിലാക്കുക, ഒന്നും മറ്റൊന്നായിട്ട് മാറി. ഇപ്പം ഒരു സ്വർണത്തിൻ്റെ മോതിരം എടുത്തു, എന്നിട്ട് നമ്മളിത് സ്വർണമാണ്, ഈ മോതിരത്തിനുള്ളിൽ സ്വർണമുണ്ട് എന്ന് പറഞ്ഞാൽ സ്വർണമാണ് മോതിരമായിട്ട് മാറിയിരിക്കുന്നത്. പിന്നെ നമ്മൾ പറയണത് ഈ മോതിരത്തിനകത്ത് സ്വർണത്തിൻ്റെ തന്മാത്രകളുണ്ട്. സ്വർണത്തിനകത്ത് തന്മാത്രകളുണ്ടെന്ന് പറഞ്ഞാൽ തന്മാത്രകൾ ചേർന്നാണ് സ്വർണമായത്, സ്വർണ്ണ മോതിരമായി. അപ്പോൾ ശരിക്കും നമ്മൾ മോതിരമായിട്ട് കാണുന്നത് തന്മാത്രകളെയാണ്. അതിനകത്തേക്ക് പോകുമ്പോൾ ആറ്റം ഉണ്ട് എന്ന് പറയും. ഇങ്ങനെ ഇതേപോലെ തന്നെ ഇവിടെയും നമ്മൾ നോക്കാം. വിജ്ഞാനമയ കോശം അഹങ്കാരം, കർത്തൃത്വ ഭോക്തൃത്വങ്ങളും അഹങ്കാര മമതകളുമായിട്ട് മനസ്സിലും അന്നമയ കോശത്തിലും പ്രാണമയ കോശത്തിലും മനോമയ കോശത്തിലും വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ എന്തുണ്ടാവും? അന്നമയ കോശവും മനോമയ കോശത്തിലൊക്കെ നടക്കുന്ന സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു. ഞാൻ സുഖം അനുഭവിക്കുമ്പോൾ, മനസ്സ് സുഖം എന്നൊരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ സുഖിക്കുന്നു. മനസ്സ് ദുഃഖം എന്നൊരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ദുഃഖിക്കുന്നു. സുഖ ദുഃഖങ്ങളെ അനുഭവിക്കുന്ന അഹങ്കാരം. അപ്പോൾ ഈ കർത്തൃത്വ ഭോക്തൃത്വങ്ങളും അഹങ്കാര മമതകളും സംസാര ജീവിതം അനുഭവിക്കുന്നവനും സംസാരാഭിമാനിയുമായിട്ടിരിക്കുന്ന അഹങ്കാരം. ഈ അഹങ്കാരത്തിനൊരു പേര് പറയും. ആ അഹങ്കാരത്തിൻ്റെ പേരാണ് ജീവൻ. വിജ്ഞാനമയമാണത്. വിജ്ഞാനമയ കോശത്തിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ശാസ്ത്രം നമ്മളോട് എന്താ പറയുന്നത്? ഈ കോശങ്ങളൊന്നും സത്യമല്ല, കോശങ്ങളൊന്നും ആത്മാവുമല്ല. കാരണം ആത്മാവിൻ്റെ ഗുണമല്ല കോശങ്ങൾക്കുള്ളത്. ആത്മാവിന് മാറ്റമില്ല, കോശങ്ങൾക്ക് മാറ്റമുണ്ട്. വിജ്ഞാനമയം, അഹങ്കാരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ ചെറിയ കുട്ടിയാണെന്ന അഹങ്കാരവും, വലുതാകുമ്പോൾ ഞാൻ വൃദ്ധനാണെന്ന അഹങ്കാരവും ഉണ്ട്. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ മലയാളിയാണ്, ഞാൻ പഞ്ചാബിയാണ്, അങ്ങനത്തെ അഹങ്കാരം മാറിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ നായരാണ്, ഞാൻ ഈഴവനാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസ്ലിം. നമ്മളുടെ അഹങ്കാരത്ര മാറുന്നുണ്ട്. ഞാൻ പാവപ്പെട്ടവനാണ്, ഞാൻ പണക്കാരനാണ്. മാറ്റമുള്ളതൊന്നും ആത്മാവല്ല. അപ്പോൾ ജീവൻ എന്ന് പറയുന്നത് ആത്മാവല്ല. ഇതാണ് വേദാന്തം നമുക്ക് വരുന്ന ഏറ്റവും വലിയൊരു ആശ്വാസം. മരിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ പുക പോലെ ഒരു സാധനം ഉയർന്നു പോയോ, കുമിള പോലെ ഒരു സാധനം ഉയർന്നു പോയോ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സാധനം ഇല്ല. ഉണ്ടെങ്കിലല്ലേ ഉയർന്നു പോവുള്ളൂ. ഉള്ളത് അജ്ഞാനമാണ്. ഞാൻ എന്ന അജ്ഞാനമാണ് നമ്മളുടെ പ്രശ്നം. അതാണ് ഈ അഹങ്കാരമായിട്ടും അഹങ്കാര മമതകളായിട്ടും കർത്തൃത്വ ഭോക്തൃത്വങ്ങളായിട്ടൊക്കെ നമ്മൾ ഞാൻ 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 എന്ന് പറയുന്നു. ഈ ഞാൻ എന്ന് പറയുന്നതിന് നമ്മൾ സാക്ഷിയാണ്. എന്ന് പറഞ്ഞാൽ ജീവത്വം, ജീവൻ എന്നുള്ളത് ദൃശ്യമാണ്, ദ്രഷ്ടാവല്ല. അതിനെ കാണുന്ന ഒരാൾ വേറെ ഇരിക്കുന്നുണ്ട്. ദൃശ്യമായതൊന്നും സത്യമല്ല. അതാണ് ദൃഗ്ദൃശ്യ വിവേകത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഈ ജീവൻ എന്ന് പറഞ്ഞാൽ ഈ അഹങ്കാരം എവിടെ നിന്ന് വന്നു? ഞാൻ എന്നൊരു ബോധം എല്ലാവർക്കും ഉണ്ടല്ലോ. അതാണെങ്കിൽ ഇല്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ അതുണ്ട് എന്ന നമ്മൾ അനുഭവമുണ്ട്. അതൊരു വലിയ അന്വേഷണമാണ്. ഈ അന്വേഷണത്തിനെയാണ് നമ്മൾ ആത്മാന്വേഷണം എന്ന് പറയുന്നത്. എന്നിലെ ഞാൻ ആരാണ്? ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഉണ്ട്. എന്നിലെ ഞാൻ എന്താണ്? ഈ ഒരു ചോദ്യം, ഹൂ ആം ഐ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അന്വേഷിച്ച് നമ്മൾ പോകുമ്പോൾ, എന്നിലെ ഞാൻ ആരാണ് എന്ന് അന്വേഷിച്ച് പോകുമ്പോൾ, ആ ഞാൻ ജീവത്വം, ജീവൻ എന്ന ആ അഹങ്കാരം ഇല്ലാണ്ടാവും. അത് ബ്രഹ്മത്തിൽ ലയിക്കും. ആത്മാന്വേഷണം